കോഴിക്കോട് കൊടുവള്ളി വെണ്ണക്കാട് വിവാഹ സംഘത്തിന്റെ ബസ് ആക്രമിച്ച ഗുണ്ടാ സംഘത്തിലെ നാലാമിന് വേണ്ടി അന്വേഷണം തുടരുന്നു. മടവൂർ മുക്കിൽ നിന്ന് പ്രതികളെ പോലീസ് പിടികൂടുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശി അമൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാഹുൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയാണ് തുടരുന്നത്? തിരുവനന്തപുരത്ത് അടക്കം പരിശോധന നടത്തുന്നുണ്ടോ, അതോ എവിടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങളുണ്ടോ? വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അമലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുപ്രസിദ്ധ ഗുണ്ട ആട് ഷമീറിന്റെ നേതൃത്വത്തിൽ 4 പേർ ചേർന്ന് ബസ് ആക്രമിക്കുന്നത്. അതും നിസാര സംഭവത്തിന്റെ പേരിലാണ്. ഒരു വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ്. ഓഡിറ്റോറിയത്തിനടുത്ത് ആളുകളെ ഇറക്കുന്നതിനായി ബസ് നിർത്തിയ സമയത്ത് ദേശീയപാതയിൽ കുറച്ചുനേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അതിൽ പ്രകോപിതരായാണ് അതിൽ പിന്നിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയായ ആട് ഷമീർ, അതുപോലെ അസീസ്, അജ്മൽ, ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന അമൽ എന്നിവരടങ്ങിയ സംഘം ആക്രമിച്ചത്. ബസ്സിന് നേരെ 3 തവണ പന്നിപ്പടക്കം എറിഞ്ഞു. ജീവനക്കാരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് കടന്നു കളഞ്ഞ 2 പ്രതികളെ, ഷമീറിനെയും അസീസിനെയും മടവൂർ മുക്കിൽ വെച്ച് പോലീസ് അതിസാഹസികമായാണ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പിടികൂടിയിരുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് അമൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ആട് ഷമീർ 30-ലധികം കേസുകളിൽ പ്രതിയാണ്. അസീസ് 20ഓളം കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. മൂന്നാമതായി അറസ്റ്റിലായ അജ്മൽ 10ലധികം കേസുകളിലും, അതുപോലെ ഈ അമൽ ഇനി പിടിയിലാകാനുള്ള തിരുവനന്തപുരം സ്വദേശിയും നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ പിടികൂടുന്ന സമയത്ത്, അതായത് ബലപ്രയോഗ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ മേഖലയിലാകെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നു എന്നാണ് കൊടുവള്ളി പോലീസ് വ്യക്തമാക്കുന്നത്. ആട് ഷമീറിനെയും അസീസിനെയും അജ്മലിനെയും കോടതിയിൽ ഹാജരാക്കി രാത്രി തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കൊട്ടേഷന്റെ ഭാഗമായി പോകുന്ന സമയത്ത് ഈ കാർ തടസ്സപ്പെട്ടു. അതിലുണ്ടായ പ്രകോപനമാണോ ആക്രമണത്തിന് കാരണം എന്നതടക്കം പരിശോധിക്കുന്നു എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്. ഗുണ്ടാ സംഘത്തിലെ 4-ാമന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്.